ഈ അടുത്ത കാലത്ത് എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോകേണ്ടി വന്നു. സുഹൃത്ത് വേറെ ആരൊന്നുമല്ല, ഒരു വക്കീലാണ് സുഹൃത്ത്. അപ്പോൾ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ഇഷ്യൂ ഒന്നും അല്ല കേട്ടോ, എന്നാലും ലീഗലായിട്ടുള്ള ചെറിയൊരു പ്രശ്നം. അതെന്താന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പം അങ്ങനെ ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ, ലീഗലായിട്ടുള്ള ഒരു ചെറിയൊരു പ്രശ്നം, അതിൻ്റെ പേരിൽ അതിൻ്റെ ഒരു ഉപദേശം തേടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അഡ്വക്കേറ്റിനെ കാണാൻ ചെല്ലുകയാണ്. എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് അഡ്വക്കേറ്റ്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ആളുടെ മുമ്പിൽ 2-3 ആളുകൾ ഇരിക്കുന്നുണ്ട്. അവരെന്തോ കേസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആളെ കണ്ടു ഒന്ന് വിഷയമൊക്കെ ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇരിക്കാന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ഇരുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ അഡ്വക്കേറ്റ് എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയുന്നതല്ല, ആൾ അല്പം പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റായ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ ഇവരെ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ സംസാരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയാണ്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയായിരുന്നു. ഇവരേത് കേസാണ് പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എന്താണ് ഇവർ ഇത്ര ഇതായിട്ട് ചർച്ച ചെയ്യുന്നത് അറിയാൻ വേണ്ടി ശ്രദ്ധിച്ചപ്പോൾ അവസാനം ഈ അഡ്വക്കേറ്റ് പറഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു വാചകം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇത് പറയാനുള്ള കാരണം. എന്താണ് വാചകം എന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ഔദ്യോഗിക സമയം വിൽക്കുന്നു, പക്ഷേ എൻ്റെ മനസാക്ഷിയെ വിൽക്കുന്നില്ല. ഈ കക്ഷികളോട് പറയുന്നതാണ്, ഈ അഡ്വക്കേറ്റ് പറയുന്ന വാചകമാണ്. ഞാൻ എൻ്റെ ഔദ്യോഗിക സമയം വിൽക്കുന്നു, പക്ഷേ എൻ്റെ മനസാക്ഷിയെ വിൽക്കുന്നില്ല. ഞാൻ അല്പം ആ ഒരു വാചകം ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഒന്ന് കോട്ട് ചെയ്ത് വെച്ചു. എത്ര മനോഹരമായിട്ടാണ് അത് പറഞ്ഞതെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ശരിയാണ്. അപ്പം ഞാൻ പണ്ട് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞൊരു കഥ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിക്കേറി വന്നു. ആ കഥ ഞാൻ നിങ്ങളോട് പറയാം. അതായത്, ഒരു മനുഷ്യൻ ഒരുപാട് സ്വത്തൊക്കെ സമ്പാദിച്ച് ജീവിതത്തിൽ ഒരുപാട് സ്വത്തും സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അയാൾക്ക് ഒരിക്കലും മനസ്സമാധാനം കിട്ടുന്നില്ല. അപ്പം അങ്ങനെ മനസ്സമാധാനം കിട്ടാത്തത് കൊണ്ട് ഇയാൾ ഒരു സന്യാസിയെ ചെന്ന് കാണുകയാണ്. ഒരു സന്യാസിയെ ചെന്ന് കണ്ടിട്ട് ആ സന്യാസിയോട് ചോദിക്കുകയാണ്, അല്ലയോ സന്യാസി, എനിക്ക് ജീവിതത്തിൽ ഒരുപാട് സ്വത്തും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും കിട്ടുന്നില്ല. ഞാൻ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കാരണം, എനിക്കൊരു സമാധാനം സന്തോഷം കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ സന്യാസി ഇയാളെ കൂട്ടി ഒരു വലിയ കുന്നിൻ്റെ അടിയിലെ താഴ്വരയിലെത്തുകയാണ്. വലിയൊരു കുന്നാണ്. ഇതിൻ്റെ താഴ്വരയിലെത്തിയിട്ട് അതിൻ്റെ താഴ്വരയിൽ കിടന്ന ഒരു വലിയ 3-4 കല്ലുകൾ എടുത്തിട്ട് ഇയാളുടെ കയ്യിൽ കൊടുത്തിട്ട് ആ കല്ലുകളും പിടിച്ച് എൻ്റെ പുറകെ വരുമെന്ന് ഗുരു പറയുകയാണ്, അല്ല ഈ സന്യാസി പറയുകയാണ്. എന്നിട്ട് സന്യാസി ഈ കാണുന്ന ഈ കുന്നിന് മുകളിലേക്ക്, ഒരു വലിയ മല പോലത്തെ ഒരു കുന്നാണ്, ഈ കുന്നിന് മുകളിലേക്ക് ഇങ്ങനെ കയറി പോവുകയാണ്. എന്നിട്ട് എൻ്റെ പുറകെ പോരൂ എന്ന് ഇയാളോട് പറയാണ്. അപ്പോൾ ഇയാൾ ഈ വലിയ കല്ലുകളും പിടിച്ച് ഈ സന്യാസിയുടെ പുറകെ കയറുകയാണ്. കയറി കുറച്ചെത്തുമ്പോൾ ഇയാൾ സന്യാസിയോട് പറയുകയാണ്, അയ്യോ, ഇത്ര വലിയ ഭാരം ചുമന്നുകൊണ്ട് എനിക്ക് ഈ മലയുടെ മുകളിലേക്ക് അല്ലെങ്കിൽ ഈ കുന്നിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ല, ഇതിൽ ഒരെണ്ണം ഒന്ന് ഒഴിവാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സന്യാസി പറയും, ശരി, നീ അതിൽ നിന്ന് ഒരെണ്ണം കളഞ്ഞോ, ബാക്കി 2 എണ്ണമായിട്ട് കയറിക്കോ എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു കല്ല് കളഞ്ഞിട്ട് ബാക്കി ഭാരം കൂടി 2 കല്ലുകളും എടുത്ത് ഈ സന്യാസിയുടെ പുറകെ വീണ്ടും ഇയാൾ നടക്കുകയാണ്. കുറച്ച് ദൂരം കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ ആകെ വിഷമത്തിലായി. അപ്പോൾ ഇയാൾ വീണ്ടും പറയുകയാണ്, ഈ ഇത്രയും വലിയ ഭാരം താങ്ങി എനിക്ക് ഇനിയും കയറാൻ പറ്റുന്നില്ല, ഞാൻ ഒരു കല്ല് കൂടി കളഞ്ഞോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സന്യാസി പറയും, ശരി, എന്നാൽ നീ ഒരു കല്ല് കൂടി കളഞ്ഞ് എന്നിട്ട് എൻ്റെ കൂടെ വരാൻ പറയുകയാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, ഒരു കല്ല് കൂടി കളയും. ഒരു കല്ല് കൂടി കളഞ്ഞിട്ട് ഇയാളുടെ കൂടെ ചെല്ലുകയാണ്. അങ്ങനെ കുറേ ദൂരം കൂടി അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഇയാൾ അവശതയാവുകയാണ്. ഈ കല്ലിൻ്റെ ഭാരം കാരണം വീണ്ടും അവശതയാവണം. അപ്പോൾ ഇയാൾ പറയാണ് സന്യാസിയോട്, ഈ കല്ലും ചുമന്നുകൊണ്ട് എനിക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതുകൂടി ഒന്ന് ഒഴിവാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സന്യാസി ചിരിച്ചുകൊണ്ട് പറയും, ശരി, നീ അതുകൂടി കളഞ്ഞോ എന്നിട്ട് എൻ്റെ പുറകെ വരാൻ പറയുകയാണ്. അപ്പം ഇയാൾ എന്ത് ചെയ്യും, ആ ഉണ്ടായിരുന്ന ഭാരം കൂടി ഒരു കല്ല് കൂടി കളയും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ സന്യാസിയുടെ കൂടെ കയറി ചെല്ലുകയാണ്. ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ സന്യാസി നടക്കുന്നതിൻ്റെ പുറകെ തന്നെ ഇയാളും കയറി ചെല്ലുകയാണ്. ഈ കല്ലെല്ലാം കളഞ്ഞതിന് ശേഷം ഇയാൾ ഫ്രീ ആയിട്ട് സന്യാസിയുടെ കൂടെ എന്ത് ചെയ്യാണ്, നേരെ സന്യാസിയുടെ ഒപ്പം തന്നെ കയറി ഇങ്ങോട്ട് നടക്കുകയാണ്. ഇങ്ങനെ നടന്ന് മേളിലെത്തുമ്പോൾ സന്യാസി ഇയാളോട് പറയുകയാണ്, നിങ്ങൾക്ക് അടിയിൽ നിന്ന്, അതായത് ഈ താഴ്വാരത്തിൽ നിന്ന് ഈ കുന്നിൻ്റെ മുകളിലേക്ക് കയറി വരുവാൻ ഭാരം കൂടിയ കല്ലുകൾ കയ്യിലിരുന്നപ്പോൾ സാധിച്ചില്ല, വളരെ വിഷമകരമായിരുന്നു. എന്നാൽ അതിൻ്റെ ഭാരം ഓരോന്ന് താഴത്തേക്ക് കളഞ്ഞിട്ട് ഇയാൾ കയറി വന്നപ്പോൾ അവസാനം
ഉണ്ടായിരുന്ന ആ വലിയ ഒരു കല്ല് കൂടി കളഞ്ഞിട്ട് വളരെ ഫ്രീ ആയിട്ട് എൻ്റെ കൂടെ കയറി മുകളിലേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുന്നു. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും മനസ്സാക്ഷിക്ക് നിരക്കാത്തതാണ് എങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ഭാരം കൂട്ടും. മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൂട്ടുമ്പോഴും നിങ്ങളുടെ മനസ്സിന്റെ ഭാരം വളരെയധികം കൂടും. ഇതിങ്ങനെ നമ്മൾ മനസ്സാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നിരന്തരം ചെയ്തു കൂട്ടുമ്പോൾ മനസ്സിങ്ങനെ ഭാരം കൊണ്ട് വീർപ്പ് മുട്ടും. ഇങ്ങനെ ഭാരം തൂങ്ങിയ ഒരു മനസ്സുമായിട്ട്, അതായത് ഭാരം താങ്ങി കുന്നു കയറാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഭാരം കൂടിയ ഒരു മനസ്സുമായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഭയങ്കര വിഷമകരമായിരിക്കും. മനസ്സാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്ത് മനസ്സാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ മാത്രം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന്റെ ഭാരം കൂടി വന്ന് അങ്ങനെ ഭാരം കൂടി ഒരു മനസ്സുമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, ജീവിക്കാൻ, മനസ്സമ്മാദത്തോടു കൂടി ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഭാരം കൂടിയ മനസ്സിൽ നിന്ന് ഭാരങ്ങൾ ഇറക്കി വെക്കാൻ നിങ്ങൾക്ക് എപ്പോൾ കഴിയുന്നുവോ അപ്പോഴേ നിങ്ങൾക്ക് ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടുകയുള്ളൂ. മനസ്സമാധാനത്തോടെ ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഒന്നോർക്കുക, എന്ത് ചെയ്യുന്നതിന് മുമ്പും നിങ്ങളുടെ മനസ്സാക്ഷിക്ക് നിരക്കുന്നതാണോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക.